ഞാൻ ഇന്ന് നട്ട കണ്ടില്ലേ, ബ്രൊക്കോളി, ബീറ്റ്റൂട്ട്, തക്കാളി, കാബേജ്, നിത്യവഴുതന. ഇതെനിക്ക് എവിടുന്ന തൈ കിട്ടിയോ, ഞാൻ എങ്ങനെയാണ് നട്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. വീഡിയോയിലോട്ട് പോവാം. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ, ഒന്നൊന്നുമല്ല, കുറേ തരം പലതരം പച്ചക്കറികൾ നടുക. നമ്മൾ പച്ചക്കറി നട്ട് കഴിഞ്ഞ് നമ്മൾ ആ പച്ചക്കറികൾ പൂടുമ്പോഴേക്കും നമുക്ക് അടുത്ത് നടാൻ തുടങ്ങണം. എന്നാലേ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് വിളവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് വിളവെടുത്ത് ഞാൻ കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഞാൻ കുറച്ചധികം പച്ചക്കറികൾ പലതരം ഞാനിങ്ങനെ നടുന്നത് കാണിച്ചു തരാം. കുറേ എൻ്റെ വിളവെടുത്തെടുത്തെടുത്തെടുത്ത് കഴിയാറിയോ, പുതിയത് നടാൻ പോവുക. അപ്പോൾ എന്നെ ഒന്നൊന്നും അല്ലാണ്ട് കണ്ടോളിയിട്ട് അത് നിങ്ങളെ കാണിച്ചുകൊണ്ട് നടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രചോദനമാവും. ഇങ്ങനെ നടണമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരാളെങ്കിലും നടാൻ തിരിഞ്ഞാലോ. അപ്പോൾ ഞാനിന്ന് പച്ചക്കറി എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒന്നാ വീര് ഫസ്റ്റിൽ ഞാൻ നടുന്നത് പച്ചക്കറിൻ്റെ കൂട്ടത്തിൽ ബീറ്റ്റൂട്ട് ഞാനിവിടെ വാങ്ങിയത് ഉപ്പേരി വെക്കാൻ വാങ്ങിയത്. അപ്പം ബീറ്റ്റൂട്ട് നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ മേൽഭാഗം നമ്മൾ ചെത്തി കളയില്ലേ, ആ ചെത്തി കളഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും ബീറ്റ്റൂട്ട് ഉണ്ടാക്കാം. അത് നിങ്ങൾക്കറിയോ? അങ്ങനെ ബീറ്റ്റൂട്ട് ഉണ്ടാക്കിയതാ ഞാൻ ചെത്തി കളഞ്ഞത് കൊണ്ടുവന്ന് നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇല വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഒന്നൊന്നുമല്ല, കുറേ ഉണ്ട് തുടങ്ങിയിട്ട്. ഇത് ഞാൻ ഈ പോട്ടിൽ നിന്ന് മാറ്റണമല്ലോ, അത് വലിപ്പം പോരാ. അപ്പം ഞാൻ ഇത്ര മതി, ബീറ്റ്റൂട്ടിന് ഇത്ര മതി. നമ്മൾ ബീറ്റ്റൂട്ട് ഇങ്ങനെ കുറേ ചുറ്റുമൊന്നും ഉണ്ടാവില്ല, ബീറ്റ്റൂട്ട് ഉള്ളതങ്ങ് വണ്ണം വെക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇതിലാണ് നടുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ് നിറക്കട്ടെ. ഫസ്റ്റിൽ തന്നെ ഞാൻ ചകിരി അടുന്ന് അറിയാണ്ട് ചകിരി ചോറ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ സ്ഥിരമാണ്. അതൊന്നും ഞാൻ ഓരോന്നോരോന്ന് വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല, കുറേ നടാണ്ട് വേമേ സ്പീഡാണ്. ഇപ്പം ചകിരി അങ്ങോട്ട് ചകിരി ഇടുന്നതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞിരുന്നല്ലോ. മണ്ണ് ഒലിച്ച് പോകൂല, ഹോൾസ് അടഞ്ഞു പോകൂല, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലൗസ് വാങ്ങി. ആ ഒരു ഗ്ലൗസ് എനിക്ക് പോരാൻ തോന്നിയപ്പോൾ ഞാൻ വേറൊരു ഗ്ലൗസും കൂടെ വാങ്ങി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ പണിയെടുക്കുമ്പോൾ പറയും ഗ്ലൗസ് ഇടണേ എന്ന് പറയും. അങ്ങനെ ഞാൻ പുതിയ ഗ്ലൗസൊക്കെ വാങ്ങി. ഇതാ മാറിപ്പോയിടുന്ന്, ഇതാ മാറിപ്പോയി തോന്നുന്നു. പുതിയത് എനിക്ക് ഇടാൻ തോന്നുന്നില്ല, ഞാനിത് അവിടെ വെച്ചതിരുന്നാ പുതിയ ഗ്ലൗസ്. ഇതിന് ഒരു ഒരം പോലെ ഉണ്ട് കേട്ടോ. ഗ്ലൗസ് നമുക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ മണ്ണ് കളിക്കുമ്പോഴേ പാമ്പ് അതും മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മളെ കൈനകം കേട് വരും അങ്ങനെ തോന്നി. പിന്നെ ഈർക്കിലിട്ട കുത്തിയാലേ 3-4 മാസം അതുമായിട്ട് ഞാൻ കിടക്കേണ്ടി വരും. അപ്പം ഞാൻ എന്താ ഗ്ലൗസ് ഇട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റേത് കണ്ട് അതേപോലെ നടുന്നത് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഗ്ലൗസ് നോക്കുന്നത് തന്നെ. എത്രയും കാലം ഗ്ലൗസ് ഇടാണ്ടിരുന്നു. ചകിരിട്ടതിൻ്റെ മേലെ ഞാൻ സ്ഥിരം പറയുന്നത് തന്നെയാണ്, ഇതിൻ്റെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഇതിടുന്നത് വെള്ളം കുടിച്ച് നിന്നോളും. പിന്നെ നന്ന വെള്ളം പെട്ടെന്നൊന്നും അങ്ങ് പോവാണ്ട് കുറേ കേസി പോലെ ചെടികൾക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിന്നെ കരിയില കമ്പോസ്റ്റ്, ഇതൊക്കെ കരിയില കമ്പോസ്റ്റാട്ടോ. ഇതാ എൻ്റെ കരിയില കമ്പോസ്റ്റ് ആയത് കണ്ടോ, സൂപ്പറാണ്. അങ്ങനെ ഞാൻ നടട്ടെ കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ഇതിപ്പോൾ അടുത്ത് മുളച്ച് വന്നിട്ടോ. ഇപ്പം അടുത്ത് അതിൻ്റെ ഞാൻ അങ്ങനെ നട്ടത്. എന്താ എവിടെ എത്തില്ല, അടിച്ചകി എന്തൊക്കെ ഇട്ടതാ, കരിയിലൊക്കെ ഇട്ടതാ. നട്ടു, ഇത്രേ ഉള്ളൂ. അത് ഞാനിപ്പം നടുന്നില്ല, ഓരോന്നോരോന്ന് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ ഇനി അടുത്തത് വേറെ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, നമ്മളെ മക്കൾക്ക് ഇതെല്ലാം കണ്ട് നട്ടുണ്ടാക്കിയിട്ട് നമുക്ക് വിഷരഹിത പച്ചക്കറികൾ മക്കളെ തീറ്റിക്കാലോ. പണം ലാഭിക്കുക, ഫ്രഷ് കഴിക്കുക, നമുക്ക് ആരോഗ്യം കിട്ടി, നമുക്കൊരു മാനസിക ഉല്ലാസമാണ്. എന്തെല്ലാം ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട്. ഇതാ അടിപൊളിയായിട്ട് ഒന്ന് നട്ട് കഴിച്ചു. ഇനി അടുത്തത് കേട്ടോ. അടുത്തത് തക്കാളി പാകിയിട്ട് മുളച്ച് നോക്ക്. ഞാൻ സാധാരണ 2 ഇല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി നടല. അപ്പോൾ അത് വെയിലത്ത് കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വെയിൽ കൊണ്ട് വാടിപ്പോണ്ട, വേഗം ഉണ്ടായിക്കോളുമല്ലോ. ഇത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് ഞാൻ ഗ്രോ ബാഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞ് ഞാൻ ICU കൊണ്ടുപോയി വെക്കുക, വെയിലത്ത് വെക്കൂല. നമുക്ക് ഇങ്ങനെ ഒരു പഴുത്ത തക്കാളി കടയിൽ നിന്ന് വാങ്ങിയാലും ശരി, അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി.
ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വരും. ഇത് എൻ്റെ ചുവന്ന ചീര നട്ട ഗ്രോ ബാഗ്. അതാ ചീരൻ്റെ വളർച്ച നിന്ന് പോയി ഇതിങ്ങോട്ട് ഉഷാറായിട്ട്. ഇപ്പം ഞാൻ തക്കാളി എനിക്ക് കുറേ വിളവെടുക്കാനുണ്ട്. അപ്പം അത് തീരുന്നതിന് മുമ്പ് നമുക്ക് വേറെ തക്കാളി നടണ്ടേ. നട്ടിയില്ലെങ്കിൽ നമ്മൾ അപ്പാടൊന്നും ഇല്ലാണ്ടായി പോകും. അതിന് ഞാൻ എൻ്റെ പഴയ ഗ്രോ ബാഗ് തന്നെ എടുക്കുന്നത്. പഴയ ഗ്രോ ബാഗിൽ ഇതാ ഇതിങ്ങനെ വെച്ച് ചാക്കാകുമ്പോൾ കുറച്ച് വീതി നിൽക്കണം, ഒലിച്ചു പോവാണ്ടാക്കാൻ. കരിയിലായിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. ഈ ചാക്ക് റൗണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് പഴയ ചാക്കായതുകൊണ്ട് റൗണ്ടാക്കിയത് പണ്ടാണ്. പുതിയത് റൗണ്ടാക്കുമ്പോൾ ഞങ്ങളെ കാണിക്കൂ കേട്ടോ. നമ്മളൊരു വീട്ടമ്മ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും. ഇനി ഇടുന്നത് കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റൊക്കെ എളുപ്പമായി നമ്മൾ ഉണ്ടാക്കുക. ഇത്ര ഈസിയിൽ ഉണ്ടാക്കുക, ഒരു അധ്വാനമില്ല. നമുക്ക് വളമില്ലായിട്ടും നടാൻ ഗ്രോ ബാഗ് ഇല്ലായിട്ടും നടാതെ നിൽക്കണ്ട കേട്ടോ. ഈ ഗ്രോ ബാഗ് സിമൻറ്റ് ചാക്ക് സിമൻറ്റ് പണി എടുക്കുന്ന പോലെ എടുത്ത് പോയാൽ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഞാൻ നടട്ടെ കേട്ടോ. എന്താ ഞാൻ മെല്ലെ എടുക്കുക, ഉള്ളതിൽ വെച്ച് നല്ലോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ ഇതാ നല്ലൊരു തൈ, കുറച്ചും കൂടി ഇതിടട്ടെ. പിന്നെ എങ്ങനെ നിറച്ചിടാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാൻ തക്കാളി തൈ നടുക കേട്ടോ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇതിൽ ഞാൻ 3 എണ്ണം നടുന്നുണ്ട്. ഇത് ഞാൻ കുറേ ദിവസത്തിന് വെയിലത്ത് വെക്കൂല. ഇതാ വാട്ടമൊക്കെ പോയിട്ടേ ഞാൻ വെയിലത്ത് വെക്കുള്ളൂ. പാകിയ ഇഷ്ടം പോലെ മുളക്കൂട്ടോ. കണ്ടോ എൻ്റെ മുളച്ചത് ഒറ്റൊന്നും പാകിയത് പോയില്ല. നല്ല ഒരു കരുത്തുള്ളത് നോക്കി വലിച്ചൂരി എടുക്കാമെന്ന് വിചാരിച്ചാ. ഇതിൽ വേറെ ചെറുതൊക്കെ വന്നു. ഒരു തൈക്ക് നഴ്സറി പോയാൽ എന്താ പൈസ? ഒരു തൈക്ക് 20 അല്ല, അത് ഇതിന് 2.5-3 ഒക്കെ ഉള്ളൂ. പിന്നെ നിത്യവഴുതനയ്ക്ക് 25. ഞാൻ നിത്യവഴുതനയും നടുന്നുണ്ട്. ഇതാ 3 എണ്ണം നട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മളിന്ന് കോളി നട്ടു, കോളിയല്ല, ബീട്രൂട്ട് നട്ട്, തക്കാളി നട്ടു. എല്ലാം നമ്മൾ ആവശ്യത്തിനുള്ളത് നമുക്ക് വേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നത് എല്ലാവരും മടിയൊക്കെ മാറി നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇനി അടുത്തത് നടാം. അടുത്തത് ഞാൻ നടുന്നത് ക്യാബേജ്. ഈ ക്യാബേജില്ലേ തൈ എനിക്ക് ഇവിടുന്ന് കിട്ടിയ വെച്ചാൽ, നിങ്ങൾ തക്കാളി തൈ കിട്ടിയ നിങ്ങൾ കണ്ടല്ലോ, ഒരു 5 പൈസ മുടക്കില്ലേ നമ്മളങ്ങ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ബീട്രൂട്ട് തയ്യും പൈസ കൊടുത്ത് വാങ്ങിയല്ല, അതും നമ്മൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ ക്യാബേജ് തയ്യും. ക്യാബേജ് വിത്ത് മുളപ്പിക്കല എല്ലാവരും. ഞാൻ എന്താ ചെയ്തതെന്നറിയോ? എൻ്റെ ക്യാബേജ് വലുതായി വിളവെടുത്ത് കഴിഞ്ഞിട്ട് ആ കുറ്റി അവിടെ വെച്ചു. ആ കുറ്റിയിൽ നിന്ന് ചുറ്റും ക്യാബേജ് തൈ ഉണ്ടായി. ഈ ക്യാബേജ് തൈ അത് പൊട്ടിച്ചിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ? ഇതാ കുമ്പിള് കുത്തിയിട്ട് ഞാൻ ഇവിടെ വെച്ചു കൊടുത്ത്. കണ്ടോ വേരുണ്ടായി കണ്ടോ? ഇനി ഇതങ്ങോട്ട് നട്ടു കൊടുത്താൽ മതി. ഇതാ വേറെയുണ്ട്. ഇതാ ഇതിലൊക്കെ വേരിപ്പുറത്തൂടെയൊക്കെ ചാടിയിട്ടുണ്ട്, അതിലൂടെയൊക്കെ ചാടിയിട്ടുണ്ട് വേര്. കണ്ടില്ലേ? ഇനിയുണ്ട്, നിറച്ചു. അതാ അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു ക്യാബേജ് നടാവും. കാരണം അതിങ്ങനെ വിസ്താരത്തിൽ വരും. എൻ്റെ ക്യാബേജ് ഉണ്ടായതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ ഒറ്റ പൈസ കൊടുത്ത് വാങ്ങലില്ല, ഇങ്ങനെ തൈ ഉണ്ടാക്കല. ഇതൊക്കെ എൻ്റെ വീക്ക്നെസ് പെട്ടതാട്ടോ. ഞാൻ രാത്രി ആലോചിക്കും നാളെ എന്ത് നടണമെന്ന്. തീരാനാകുമ്പോഴത്തേക്ക് ഞാൻ വേറെ നടും. ഇതാ ഇതും പഴയ ചാക്കാട്ടോ. പഴയ ചാക്ക് ഇതിലൊക്കെ വിളവെടുത്തതാ. തക്കാളി ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഒന്ന് വലുതായതാ. അടിഭാഗം കെട്ടി ഹോൾസ് ഉണ്ടാക്കിയതൊക്കെ പഴയതാ. ഒരു ചാക്ക് നമുക്ക് 2, 3, 4 പ്രാവശ്യമൊക്കെ നടാം. ഒന്നും ആവില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗ്രോ ബാഗിന് വലുതുണ്ടാവും, ഒരു സാധാരണ ഉണ്ടാവില്ല. അതൊക്കെ നല്ല റൗണ്ടാ. ഇതിലാണ് ഞാൻ നടുന്നത്. ഫസ്റ്റിൽ തന്നെ ബെഡ് പൊളിച്ചതാന്ന് പറഞ്ഞപ്പോൾ എത്ര ആൾക്ക് ഉപകാരം കിട്ടിയെന്നറിയോ? കത്തിക്കാൻ വെച്ചവരൊക്കെ അപ്പം ചെടിക്ക് ഉപയോഗിക്കുക. എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞിക്ക്. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരാൾ പറഞ്ഞു അവർ ഭയങ്കര ഉറുമ്പ്. ഈ കരിയില കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ
ഫുഡ് വേസ്റ്റ് അടുപ്പിക്കാൻ പറ്റൂല. എണ്ണ മണം അങ്ങനെ എന്തെങ്കിലും ചോറിൻ്റെ എന്തെങ്കിലും കറിൻ്റെ അംശം ഉണ്ടായാൽ മതി, ഉറുമ്പ് വന്നങ്ങ് നിറയും. പിന്നെ ഹോൾസ് വേണം. അങ്ങനെ കുറേ നിർബന്ധ സംഗതികളുണ്ട് ഈ കരിയില കമ്പോസ്റ്റിൽ. ഇതൊക്കെ കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ മണ്ണ് പാറ പോലെ ഉറക്കൂല. പിന്നെ എപ്പം കുറച്ചൊരു നനവയിലുണ്ടാവും. ഇപ്പം ഭയങ്കര വേനലാണ്. ഇപ്പം വേനലാകുമ്പോൾ ചൂടാണ്, ദാഹം ഉണ്ടാവും. നമുക്ക് തന്നെ ഭയങ്കര ദാഹമില്ല, അതുപോലെ ചെടികൾക്കും. അപ്പോൾ നമുക്ക് ഇതിലെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നനവ് കുറച്ച് നിൽക്കണം. പിന്നെ കരിയില ഇടുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇത് കാരണം ഇത് AC നിൽക്കും പോലെ നിൽക്കും, നല്ല സുഖത്തിൽ. ഇത് കുറച്ചാളാകുമ്പോൾ ഞാൻ ഇതിൽ കുറേ കരിയിലൊക്കെ പിന്നെ ഇടും. ഒരിക്കലിട്ടാൽ പിന്നെ ഞങ്ങളൊന്നും ചെയ്യലില്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മുറ്റടിച്ചാൽ കഴിയുന്നൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുപോയി ഇടലാണ്. ഞാൻ ഇങ്ങനെ മടിക്കിയാൽ മതി. അങ്ങനെ ക്യാബേജ് തൈ കേട്ടോ, അത് നടട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ വിജയകരമായിട്ട് ക്യാബേജ് തയ്യും നട്ടു. ഇപ്പം എന്തൊക്കെ ഇപ്പം ഇന്ന് നട്ടെന്നറിയോ? ക്യാബേജ്, തക്കാളി, ബീറ്റ്റൂട്ട്, ഇനിയും നടാനുണ്ട്. ഈ നടന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരു ക്യാബേജ് നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ വെച്ച്, അപ്പോൾ ഒരാഴ്ചയൊക്കെ ഉണ്ടാവും. നമുക്ക് 4 പീസൊക്കെ ആക്കാം ഒരു ചെറിയ കുടുംബത്തിനൊക്കെ ആകുമ്പോൾ. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ വായിന്ന് മാറുമ്പോഴത്തേക്ക് അടുത്തതായി വരും. അങ്ങനെ നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് മഴക്കാലത്തൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ഉണ്ടാവും, ക്യാബേജ് ഉണ്ടാവും. ഞാൻ അങ്ങനെ നട്ട ക്യാബേജായത് എല്ലാം സിമൻ്റ് ആക്കില്ല, അങ്ങോളുണ്ട്. അടുത്തത് നമ്മൾ നടുന്നത് നിത്യവഴുതിന ഞാൻ തയ്യാക്കി വെച്ചിരുന്നു. ആ തയ്യാക്കി വെച്ച് ഞാനിങ്ങ് എടുക്കുമ്പോൾ എന്നോട് തന്നെ അത് പ്രശ്നം വന്നു, കുറച്ചൊരു വാടൽ വന്നു. അതൊന്നും പ്രശ്നമില്ല, ഒക്കെ രാവിലേക്ക് മാറും. അപ്പോൾ നിത്യവഴുതിന ഞാൻ പോട്ടി മിക്സ് നിങ്ങളെ കാണിച്ചില്ല, പഴയതിട്ട പോലെ തന്നെ എപ്പം കാണിക്കണ്ടല്ലോ. വേറൊന്ന് അതൊക്കെ മുളച്ചുണ്ടായതാ, കലായി മുളക്കുക അറിയില്ലേ, അതുപോലെ ഞാൻ മണ്ണിൽ പെട്ടുപോയതാ വിത്ത് കണ്ടോ. അപ്പോൾ ഇത്രയും വലുപ്പമായി അതിൽ നിന്ന് മാറ്റണത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ വേര് കണ്ടോ, വേര് പോക്കാത്ത രീതിയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ അടിപൊളിയായിട്ടുണ്ടാവട്ടെ. ഇത് കുഴഞ്ഞ് നാളെ തന്നെ കാണിച്ചു തരും കേട്ടോ. നിവർന്ന് നിൽക്കുന്നത് ഇത് നോക്കണ്ട, ഇത് വൈകുന്നേരമല്ലേ നടുന്നതൊക്കെ, നേരം വെളുക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ എന്തൊക്കെ ബീറ്റ്റൂട്ട്, തക്കാളി, ക്യാബേജ്, നിത്യവഴുതിന, ഇനി ഒന്നും കൂടെ നടാനുണ്ട് കേട്ടോ. ഇതെന്താ അറിയാം നിങ്ങൾക്ക്? ഇതറിയോ? ഇതാണ് ബ്രൊക്കോളി. എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാ, അത് നടട്ടോ. ഞാൻ ഇതിങ്ങനെ നട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരം ഒച്ചയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ മോൻ തന്നെയാണ് വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോൾ പണ്ടെങ്ങാനും ഞാൻ പഠിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ സൗണ്ട് കേട്ട് മനസ്സിലായി. താങ്ക്സ് ആദിൽ. ഞാൻ പേര് വരെ ചോദിക്കാൻ പേര് അന്നൊക്കെ 7ാം ക്ലാസ്സിലുള്ള കുഞ്ഞു കുട്ടികളല്ലേ, ഇപ്പം വലുതായിട്ട് മനസ്സിലാവണ്ട. ഇപ്പം ഈ ടീച്ചറേന്ന് വെച്ച് വന്നപ്പോൾ കേട്ടോ, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്തത് ബ്രൊക്കോളി നടട്ടെ. ഇനി അടുത്തത് ഞാൻ നടുന്നത് ബ്രൊക്കോളി, ഞാൻ പറഞ്ഞല്ലോ അത് നടുന്നത് ഇതെൻ്റെ പഴയതാട്ടോ. അതിലേക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നത് ചകിരി. എൻ്റെ ചകിരിയും കരിയില കമ്പോസ്റ്റും ഇല്ലാത്ത കച്ചവടമല്ല, എല്ലാം പൈസ കൊടുക്കാത്ത സംഭവങ്ങളാണ്. നമ്മൾ ഈ കരിയില എടുക്കുന്നത് കൊണ്ട് വീടും പരിസരവും നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ വൃത്തി ഉണ്ടായാൽ തന്നെ നമുക്കൊരു ഐശ്വര്യമാണല്ലോ വീടിന്. പിന്നെ നമുക്ക് നല്ല വളവും കിട്ടും. ഇനി അടുത്തത് കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് നോക്ക്,
ഇതൊക്കെ പൊടിഞ്ഞിന് ഇങ്ങനെ അവിടം വരെ ഇങ്ങനെയൊക്കെ ആയതൊക്കെ ഉണ്ട്. കരിയില കമ്പോസ്റ്റ് ഇട്ടു. നമ്മൾ ഫുള്ള് വേണ്ട, കുറച്ച് താഴോട്ട് നിന്നോട്ടെ, എന്നിട്ട് വേണം ഇത് വളർന്ന് ഇങ്ങനെ നിൽക്കാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ബ്രൊക്കോളിയും തന്നത് എന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട്, എൻ്റെ കൃഷി രീതി ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്ന ആളാട്ടോ സുലൈക്ക. ഭയങ്കര കൃഷിക്കാരിയാ. ഞാൻ സുലു എന്നാണ് വിളിക്കൽ. എന്താ ഞാൻ 2 തന്ന്, 2 ഉഷാറായിട്ടുണ്ട്. അപ്പം ഞാൻ പോവണ്ടെന്ന് വിചാരിച്ചിട്ട, പൊട്ടിപ്പോവും ഇതൊക്കെ. ഒന്ന് നടുന്നുണ്ട്. അങ്ങനെ ഞാൻ ബ്രൊക്കോളിനും നട്ട്. ഇതാ എല്ലാത്തിനും ഒരേ കൊടുക്കുന്നത്. ഇനി ഞാൻ ദിവസേന നനക്കും. ഈ നട്ടതൊന്നും ഞാൻ വെയിലത്ത് 2-3 ദിവസത്തിന് വെക്കൂല. അത് തെളിഞ്ഞ് വന്നിട്ടേ വെക്കുള്ളൂ. നമുക്ക് അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് കൃഷി ചെയ്യുമ്പോൾ. എനിക്ക് ICV എന്നാണ് ഞാൻ പറയൽ. ഇതൊക്കെ ICV വെച്ച് പോറ്റുന്ന കേട്ടോ. ഇത് എൻ്റെ ഡാലിയ കണ്ടോ, ഡാലിയ ഇതാ ഒന്ന് പൊട്ടിച്ച് കളയാനായി. ഇതിൻ്റെ ബാൾസ അങ്ങനെ ഒന്നും അല്ല, അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പച്ചക്കറി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മടിയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ടിട്ട് ഓരോന്ന് കാണിക്കുന്നത്. എനിക്ക് ദിവസം എന്തെങ്കിലും നട്ടിരിക്കണം. നട്ടാൽ മാത്രം പോരാ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ കാണിക്കും വേണം. ഒരാളെങ്കിലും പച്ചക്കറി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നടാൻ തിരിഞ്ഞാലോ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്. ഒരാൾക്കെങ്കിലും മാറ്റം വന്നാൽ, ഒരാൾക്ക് മാറ്റം വന്നാൽ മതി. എന്നാൽ പിന്നെ അത് കണ്ട് നടാൻ തുടങ്ങിയാൽ അയൽവാസികൾ ഇപ്പോൾ ഓരോരുത്തർ എനിക്ക് കമൻറ്റ് ഇട്ടതാണ്. ഹസ്ബൻഡ് ചോദിക്കാനുള്ളത് എന്ത് പറ്റിയെന്ന്. കാരണം കരിയില മുഴുവനും അടിച്ച് വാരി ചാക്കിലാക്കുക. അന്നേരം പറഞ്ഞു പോലും ഇത് കൃഷി ചെയ്യാനാണ്. കൃഷി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ആണുങ്ങളൊക്കെ പണിയെടുത്തിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കട്ടെ, അരി വാങ്ങിക്കൊണ്ടുവരും, ആശുപത്രി ചിലവൊക്കെ. നമുക്കാണെങ്കിൽ പച്ചക്കറി ഇങ്ങനെയൊക്കെ നട്ടുണ്ടാക്കിയിട്ട് അവരെ സഹായിക്കുക. അങ്ങനെ കുടുംബം ഹാപ്പി ആയിട്ട് പോവാലോ. അപ്പോൾ നാളെ നടൽ കഴിഞ്ഞു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.